ഏഴാം മാനത്തെ ഹൂറി. രചന തിസാ മൊയ്തീൻ കുറ്റിപ്പുറം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. റാഷിദ് റെഡിയായി വരുമ്പോൾ മുറ്റത്ത് നിർത്തിയിട്ട കാറിനരികിലായി ഹംദാവിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഫുൾ കൈ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് വൃത്തിയായി മടക്കി വയ്ക്കുന്നതിനിടയിൽ പോവാനായോ എന്ന ചോദ്യമായി അയാൾ കാറിന്റെ അടുത്തേക്ക് വേഗം നടന്നു വന്നു. കാറിന്റെ ലോക്ക് തുറന്ന് അവളോട് കയറാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു. കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് കയറാൻ വേണ്ടി നിൽക്കുന്ന ഹംദയെ നോക്കി. ഞാൻ നിന്റെ ഡ്രൈവറല്ല, മര്യാദക്ക് ഫ്രണ്ടിൽ കയറിയിരുന്നോ എന്നവന്റെ വാക്കിലെത്തിയപ്പോൾ അവൾ മെല്ലെ ബാക്ക് ഡോർ അടച്ച് ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെറുതെ വീടിന്റെ ഉമ്മറത്തേക്കൊന്ന് കണ്ണുവാളിപ്പോൾ കണ്ടു വാതിൽപ്പടിയിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഉമ്മൂമ്മയെ. അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സന്തോഷത്തിന്റെ ആഴം അവരുടെ മുഖത്ത് കാണാമായിരുന്നു. അവൻ അവർക്ക് നേരെ ഒരു പുഞ്ചിരി പാസാക്കി വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു നേരത്തെ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് റാഷിദ് ചോദിച്ചു, എങ്ങോട്ടാ നമുക്ക് പോകാനുള്ളത്? ജംഗ്ഷന്റെ അടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോയൽ എന്ന പേരിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണെന്ന് എനിക്ക് വർക്ക്. അവൾ പറഞ്ഞു നിർത്തി. ഓ, ആ ബിൽഡിങ്ങിന് പണി കഴിഞ്ഞതല്ലേ? റാഷിദ് സംശയത്തോടെ അവൾ നോക്കി. ഇല്ല, ഏറെക്കുറെ കഴിഞ്ഞതാ, ഇനിയും കുറച്ചുകൂടിയുണ്ട്. ആ, അത് നിങ്ങളുടെ വർക്കായിരുന്നു. അത് ആരുടെ പ്രൊജക്റ്റാണ്? നദീമിന്റെ പ്രൊജക്റ്റാണ്. ഹംദയുടെ മറുപടി കേട്ട് റാഷിദ് ഞെട്ടി. നദീമിന്റെ? എന്നിട്ട് നീ അങ്ങോട്ടാണോ പോകുന്നത്? അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു. പിന്നെ എന്ത് ചെയ്യും? കമ്പനി ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് ക്ലിയർ ആക്കാന്നുള്ളത് ഞങ്ങൾ ഓഫീസർമാരുടെയും വർക്കേഴ്സിന്റെയും ചുമതലയല്ലേ? അവൾ ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസറെ പോലെ റാഷിദിനെ നോക്കി പറഞ്ഞു. അതൊക്കെ, പക്ഷെ ഇന്നലെ നടന്ന് വെച്ച് നോക്കുമ്പോൾ നദീം നിന്നെ എന്തെങ്കിലും... റാഷിദ് പറഞ്ഞ് മുഴുപ്പിക്കാതെ നിർത്തി. ഹംദ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ബാഗിൽ കൈയിട്ട് ഒരു പേനെടുത്ത് അവന്റെ നേരെ നീട്ടി. ഇതെന്താണെന്നറിയോ? ഇത് പേനയല്ലേ? ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അതിന്റെ മുൻഭാഗം തുറന്നുകൊണ്ട് അവന്റെ നേരെ കാണിച്ചു. ഇപ്പോഴോ? സത്യത്തിൽ അവൻ ഞെട്ടി. പുറമേന്ന് പേനയാണ് തോന്നിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു കത്തിയായിരുന്നു. ഹംദ, ഇത് നിനക്ക് എവിടെ നിട്ടി? എന്തിനാ ഇത്? പരിഭ്രമം മറക്കാതെ റാഷിദ് ചോദിച്ചു. ഇതെന്തിനാന്ന് ചോദിച്ചാൽ എന്റെ സേഫ്റ്റിക്ക് ഞാൻ കൊണ്ടെടുക്കുന്ന സാധന. ഇതിനു മാത്രം എന്ത് സേഫ്റ്റി കുറവാ ഹംദ നിനക്ക്? നിനക്കിത് ആരാ തന്ന്? റാഷിദ് അമ്പരപ്പോടെ അവൾ തന്നെ നോക്കി. ഇക്കാക്ക് എന്തറിയാം? ഹംദ ഒന്ന് ചിരിച്ചു. ഇക്കാന്ന് ചോദിച്ചല്ലോ നമ്മുടെ ഹിസ്റ്ററിയിൽ ആ നദീം എങ്ങനെ അറിഞ്ഞു എന്ന്. എന്നാൽ അരമന രഹസ്യമാണല്ലോ പലപ്പോഴും അങ്ങാടിപ്പാട്ടാവുന്നത്. നദീം മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇതറിയാം. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നദീം വന്ന പോലെ പലരും എൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി തുടങ്ങി. നദീം കല്യാണക്കാരെയാണ് ഉന്നയിച്ചെങ്കിൽ മറ്റു ചിലർ വേറെ പല ഉദ്ദേശം വെച്ചാണ് എൻ്റെ കൂടെ കൂടിയത്. പലപ്പോഴും അവരെ കൈപ്പിടിയിൽ നിന്നൊക്കെ എൻ്റെ രക്ഷകനായത് നദീമാണ്. അവൻ തന്നെയാണ് ഇങ്ങനൊരു പേനൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും. ഹംദ വീണ്ടും ചിരിച്ചു. ഇക്ക, ഈ വടി കൊടുത്ത് അടി വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെയും സംഭവം. ഹംദയുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് എന്തോ പേടി തോന്നി. ഹംദ, നീ അവിവേകമൊന്നും കാട്ടരുത്. ഇല്ലിക്ക, പേടിക്കൊന്നും വേണ്ട. എൻ്റെ മാനത്തിൽ ആരെങ്കിലും ഭീഷണിയായി വന്നാൽ ഞാനിത് പ്രയോഗിക്കുള്ളൂ. അതുവരെ എല്ലാവരുടെ മുമ്പിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ആയുധം. ഹംദ റാഷിദിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവനോട് പലതും വിളിച്ചു വന്ന പോലെ തോന്നി അവന്. ആ കൂറ്റൻ ബിൽഡിങ്ങിന് മുമ്പിൽ കാർ നിർത്തി ഹംദയെ ഇറക്കി വിടുമ്പോൾ റാഷിദിന് എന്തോ വല്ലാത്ത പേടി തോന്നി. ഹംദ, ഞാൻ വരണോ കൂട്ടിന്? ഹംദ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ അയാളിൽ നിറഞ്ഞിരിക്കുന്ന ഭയം മുഖത്ത് കാണാമായിരുന്നു. എന്തിന്? ഞാൻ കൊച്ചു കുട്ടിയെന്നല്ല, ഇക പോയേ. അവൾ ചിരിച്ചുകൊണ്ട് ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ആ പോക്ക് നോക്കി റാഷിദ് കുറച്ചേരം അവിടെ തന്നെ നിന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല ഹംദ. അത്യാവശ്യം തൻ്റെയോടും സംസാരിക്കുള്ള ചെറിയ വായാടി തന്നെയാണ്. അവനൊന്ന് ചിരിച്ചു. ഇനി ഈ പെണ്ണിന്റെ മനസ്സറിയണല്ലോ റബ്ബേ. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഇതേ സമയം ആ ബിൽഡിങ്ങിന്റെ അപ്പർ ഗ്രൗണ്ടിൽ എല്ലാം കണ്ടൊരു പുഞ്ചിരിയോടെ നദീം നിൽപ്പുണ്ടായിരുന്നു. അപ്പോ ഇന്നലത്തെ സീൻ ഏറ്റു. ഇനി നദീമിന്റെ ബൗണ്ടറിയിലാണ് ബോൾ. ഇനി നദീം പറയും, റാഷിദ് കളിക്കും. അയാൾ വല്ലാത്തൊരു ചിരിയോടെ ലിഫ്റ്റിലേക്ക് കയറി. അന്നത്തെ ദിവസം അപ്സ്റ്റേറിലായിരുന്നു ഹംദയ്ക്ക് വർക്ക്. 5 നിലയിൽ കെട്ടിപ്പടുത്തുയർത്തിയ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് എത്താൻ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി വെയിറ്റ് ചെയ്യാണ് ഹംദ. ശരീരം വല്ലാതെ തളരുന്നുണ്ട്. തലയാണെങ്കിൽ വല്ലാത്ത വേദനയും. ഒരു 2 നിമിഷത്തിന് ശേഷം ലിഫ്റ്റിന്റെ ഡോർ അവളെ മുന്നിൽ തുറക്കപ്പെട്ടു. ലിഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടു ഏതോ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും വായിച്ചു നിൽക്കുന്ന നദീമിനെ. അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ലിഫ്റ്റിൽ. അത് മനസ്സിലാക്കിയ ഹംദ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും പിറകിൽ നിന്നൊരു കൈവന്ന് അവളെ ലിഫ്റ്റിലേക്ക് വലിച്ചിട്ടതും ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ആയതും ഒപ്പമായിരുന്നു. ലിഫ്റ്റിനുള്ളിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ഹംദ. ഉള്ളിൽ മറ്റാരെയും കാണാൻ കഴിയാത്തതുകൊണ്ട് നദീമാണ് തന്നെ ഇതിലേക്ക് വലിച്ചിട്ടതെന്ന് ഉറപ്പാണ്. തലേന്ന് രാത്രി റാഷിദ് പറഞ്ഞ ഓരോ വാക്കുകളും ഓർമ്മയിൽ തെളിഞ്ഞു. ഇയാളിനി എന്നോട് വല്ല പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ചതാണോ? അവൾ കയ്യിൽ പിടിച്ചിരുന്ന കത്തിയിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ അമർത്തി ചിമ്മി. തല മുതൽ പാദം വരെ വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെടുന്നു. തളർന്നു പോകുന്ന പോലെ തോന്നിയപ്പോൾ കൂൾ ഹംദ, അവൾ സ്വയം പറഞ്ഞു.
ചോർന്നു പോകുന്ന ആത്മധൈര്യം തിരിച്ചെടുത്ത് മെല്ലെ കണ്ണുകൾ തുറന്ന് നദീമിനെ നോക്കി. അപ്പോഴും അയാൾ ആ ഇംഗ്ലീഷ് പേപ്പറിൽ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയാണ്. അവളോടൊന്നും മിണ്ടാനോ അവളെ ഒന്ന് നോക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ മൂലയിലേക്ക് ഒതുങ്ങുമ്പോഴും അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ലിഫ്റ്റ് 3-ാം നിലയിലെത്തിയതും അയാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. പുറത്തേക്ക് നടന്നുപോയി. വല്ലാത്തൊരു ആശ്വാസത്തോടെയും അതിലേറെ അമ്പരപ്പോടെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോഴും ഹംദ. ഇതെന്ത് കൂത്തുമടച്ചോനെ, ഇയാൾ ഈ പകൽമാന്മാരുടെ നേരെ ഓപ്പോസിറ്റാണെന്ന് തോന്നുന്നു. ഇന്നലെ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇയാൾ എന്തൊക്കെ റബ്ബെ കാട്ടിക്കൂട്ടിയത്. ഇന്നൊന്നും ഒറ്റ കിട്ടിയിട്ട് പോലും ഒന്ന് നോക്കുപോലും ചെയ്യാതെ. എന്താ ഈ മനുഷ്യന്റെ ഉദ്ദേശം? ചിന്തകൾക്ക് വിരാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ലിഫ്റ്റ് 5th ഫ്ലോറിൽ ചെന്ന് നിന്നു. ഡോർ ഓപ്പണായി. വർക്കേഴ്സിന് വേണ്ട നിർദ്ദേശവും മറ്റും കൊടുക്കുമ്പോഴും ശരീരം വല്ലാതെ തളർത്തുന്ന പോലെ തോന്നിയവൾക്ക് അടുത്ത് കണ്ട ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു. തല പൊട്ടിപ്പോകുന്ന വേദനയും മനസ്സിലെ ആധിയും താനിപ്പോൾ വീണു പോയേക്കാമെന്ന് തോന്നിയവൾക്ക്, നീ മെഡിസിൻ എല്ലാം കറക്റ്റ് കഴിക്കുന്നില്ലേ ഹംദ? ഇനിയും നീട്ടിവെക്കണോ? നല്ലൊരു ഡോക്ടറെ കണ്ട് കീമോ സ്റ്റാർട്ട് ചെയ്തുവിടുക എനിക്ക് എന്ന സഹപ്രവർത്തകയും കൂട്ടുകാരിയുമായ നീനയുടെ വാക്കുകേട്ടാണ് ഹംദ കണ്ണുകൾ തുറന്നത്. അവൾക്കുള്ള മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയും തലചുറ്റിലും പല പല ഡോക്ടേഴ്സിനെയും കണ്ടു. മരുന്ന് കഴിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൈറ്റിൽ വർക്കുമായി മല്ലിടുമ്പോഴാണ് തലകറങ്ങി ബോധം കെട്ട് വീണത്. ഒപ്പമുണ്ടായിരുന്ന ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. തലയ്ക്ക് സ്കാനിംഗ് എല്ലാം എടുത്തു. റിസൾട്ട് കണ്ട ഡോക്ടർ ബ്രെയിൻ ട്യൂമറാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. കൂടുതൽ മികച്ച ടെസ്റ്റുകളും മറ്റും ചെയ്തു. അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അന്ന് ഫസ്റ്റ് സ്റ്റേജ് കടന്ന് സെക്കൻഡ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന എന്നോട് ഡോക്ടർ തന്നെയാണ് കൂടുതൽ മികച്ച ട്രീറ്റ്മെന്റിനും കീമോക്കും നിർദ്ദേശം നൽകിയത്. ആ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം തിരുവനന്തപുരം RCC ആണ് സജസ്റ്റ് ചെയ്തത്. എന്തോ ഒറ്റയ്ക്കുള്ള ജീവിതം പരമ ബോറിംഗായി തോന്നിയ കാരണം ഉമ്മൂമ്മയെ സങ്കടപ്പെടുത്തേണ്ടെന്നും കരുതി ഈ വിവരങ്ങളൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അന്നത്തെ ഡോക്ടറെ ഇടയ്ക്ക് പോയി കാണും. മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കഴിക്കും, അത്രമാത്രം. എന്തോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിലേക്കൊരു യാത്ര, അതാണിപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്താ ഹംദ, ഇനിയെങ്കിലും ബെറ്റർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചൂടെ? നീന സങ്കടത്തോടെ അവൾ നോക്കി ചോദിച്ചു. ആ നോക്കാം. അവൾ എങ്ങും തൊടാത്തൊരു മറുപടിയും കൊടുത്ത് വീണ്ടും കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ഇനി അവിടെ ഒന്നും പറയാനില്ല തോന്നിയതുകൊണ്ടാവണം നീന സങ്കടത്തോടെ അവളുടെ മുഖത്തൊന്നും തഴുകി പതിയെ നടന്നുപോയി. ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ മിഴികളിലൂടെ പുറത്തേക്ക് ഒഴുകുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിരുന്നത് റാഷിദിന്റെ മുഖമായിരുന്നു. ഇന്ന് അയാൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും കാണുമ്പോൾ നീന പറഞ്ഞ പോലെ ഒരു ബെറ്റർ ചികിത്സയ്ക്ക് നോക്കിയാലെന്ന് തോന്നിപ്പോവാ. പക്ഷേ ഇത് എത്ര കാലം നിലനിൽക്കുന്ന ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് തോന്നുന്നു. വേണ്ട, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിപ്പോ. കൂടുതലൊന്നും ആഗ്രഹിക്കല്ല നീ, ആരും ഉള്ളിൽ നിന്നും പറയുന്ന പോലെ. അതെ, ആഗ്രഹിച്ചെല്ലാം വിലക്കപ്പെട്ടത് ഈ പെണ്ണിന് മാത്രമാണല്ലോ. റാഷിദിന്റെ കൂടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഹംദ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. എയർ കണ്ടീഷനിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും കാതുകൾക്ക് ഇമ്പം എന്നോണം ഒഴുകിയെത്തുന്ന എവിടെയോ ഒരാളെന്നെ കാത്തിരിപ്പുണ്ടെന്ന് അറിയുന്നതാണ് എൻ്റെ സ്വർഗം, എങ്ങോ വഴിക്കണ്ട് മൂടാൻ നീയുണ്ടെന്ന് അറിയുന്നതാണ് എൻ്റെ സ്വർഗം എന്ന ഗസലും അവളെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്ന പോലെ. അതിലങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവളുടെ സങ്കടങ്ങളും വേദനകളും എങ്ങോ മാഞ്ഞു പോകുന്ന പോലെ തോന്നിയവൾക്ക് എത്ര നേരമായെന്നറിയില്ല അവൾ അതിലെങ്ങനെ ലയിച്ചിരുന്നു പോയി. പെട്ടെന്നാണ് റാഷിദിന്റെ കാറിനെ മറികടന്ന് ഒരു ബൈക്ക് അവരുടെ കാറിന്റെ മുന്നിലായി ബ്ലോക്ക് ചെയ്തിട്ട്, ആരെ പഠിച്ചവനെ ബ്ലോക്ക് ഇട്ടിരിക്കുന്നത് എന്നോർത്ത് രണ്ടുപേരും മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു ബൈക്കിലിരുന്ന് കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നദീമിനെ. മുന്നിലിരിക്കുന്ന ആളെ കണ്ട് റാഷിദ് ദേഷ്യത്തോടെ പല്ലടിക്കുമ്പോൾ ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് മനസ്സിൽ ഓർത്തിരിക്കുകയായിരുന്നു ഹംദ. ബൈക്കിലിരുന്നുകൊണ്ട് ഹംദയുടെ നേരെ നോക്കി കൈകൊണ്ടും കണ്ണുകൊണ്ടും എന്തൊക്കെയോ സർക്കസ് കാട്ടൽ. ഒരു പ്ലെയിൻ കിസും കാറ്റിൽ പറത്തിവിട്ട് ബൈക്കും ഓടിച്ച് ഒരു പോക്ക്. എല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന റാഷിദിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാതെ ഹംദ തറഞ്ഞിരുന്നു പോയി. പടച്ചോനെ, ഇന്നിനി എങ്ങനെയാണാവും ദേഷ്യം തീർക്കാൻ പോകുന്നത് എന്ന് മനസ്സിലോർത്ത് റാഷിദിനൊന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ അവൾ അങ്ങനെ ഇരുന്നു. ഹംദ, നിനക്ക് അവനെ കെട്ടിക്കൂടെ? പ്രതീക്ഷയാതെയുള്ള റാഷിദിന്റെ ചോദ്യത്തിന് മുമ്പിൽ വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു ഹംദ. എന്താ ഹംദ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടെ? അവനക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, പിന്നെന്താ പ്രോബ്ലം? ഒരുപാട് പ്രതീക്ഷയോടെ ഹംദയെ നോക്കുന്ന റാഷിദിനെ അവളൊന്ന് തറപ്പിച്ച് നോക്കി. ഇക്ക ഇത് എന്തറിഞ്ഞിട്ടാ? സ്വന്തം ബ്രദറിന് ആരെങ്കിലും കല്യാണം കഴിക്കോ? അതുപോലെയാണ് എനിക്ക് നദീം. അവൻ ഇനി എന്ത് കാണിച്ചാലും അവൻ എനിക്ക് എന്നൊരു മൂത്ത ബ്രദറാണ്. അങ്ങനെ എനിക്ക് കാണാൻ കഴിയൂ. ഹംദയുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷമുണ്ടാക്കിയെങ്കിലും ഉള്ളിലെവിടെയോ ഒരു സങ്കടവും ഉണർത്തി. ഉമ്മുമാക്ക് കൊടുത്ത വാക്ക്, ഹംദ എന്ന പെണ്ണിന്റെ ജീവിതം, തൻ്റെ കഴിവില്ലായ്മ. ഇനിയും ടൈമില്ല റാഷി. ജാസ്മിൻ തിരിച്ചെല്ലാം പറയുന്നതിന് മുമ്പേ ഇവിടെ ഒരു തീരുമാനത്തിലെത്തണം. ഷാനിബ് പറഞ്ഞ പോലെ പെണ്ണിന്റെ മനസ്സറിയണം. അതിനി ഈ യാത്രയ്ക്കേ കഴിയൂ. അവൻ മനസ്സിൽ ചിലതൊക്കെ കണക്കൂട്ടി അവളുടെ നേരെ തിരിഞ്ഞു. ഹംദ, അയാൾ പതിയെ വിളിച്ചു. അവൾ എന്തായെന്നർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചിരുന്നോ? എന്തിക്ക?
അവളൊന്നും മനസ്സിലാവാതെ റാഷിദിനെ നോക്കി. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇല്ലേക്ക. തുറന്നടിച്ചുള്ള അവളുടെ മറുപടി കേട്ട് റാഷിദ് ഒന്ന് പതറി. വൈ നോട്ട്? അയാൾ അവളെ നോക്കി. എന്തോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. എങ്കിലിനെ ആലോചിച്ച് തുടങ്ങണം ഹംദ. ഉമ്മുമ്മ പറഞ്ഞ പോലെ നിനക്കൊരു പയ്യനെ കണ്ടെത്തിയിട്ട് വേണം ഒന്ന് സ്വസ്ഥായിട്ടിരിക്കാൻ, ഒരു മടക്കയാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്തിക്ക? എന്താ പറഞ്ഞേ? നിനക്കുള്ള രാജകുമാരനെ അതിന് സ്വർഗത്തിലായാലും ശരി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് വേണം ഉമ്മുമ്മയെ കൂട്ടി ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങാൻ. അവനൊരു പുഞ്ചിരിയോടെ അവൾ നോക്കി. റാഷിദിന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് എന്തോ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. എന്താ പടച്ചോനെ ഈ മനുഷ്യൻ പറയുന്നു? ഭാര്യയ്ക്ക് മറ്റൊരു ഭർത്താവിനെ തിരയുന്ന ഭർത്താവോ? ഈ ഭൂലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവോ അങ്ങനെ? എന്തായാലും നന്നായിട്ടുണ്ട്. ഉള്ളിൽ നിന്നും തികട്ടി വന്ന പൊട്ടിച്ചിരി അടക്കാൻ പ്രയാസപ്പെടുന്നതിനിടയിൽ അവൾ ഓർത്തു, ഹംദയുടെ ചിരി കണ്ടിട്ടാവണം റാഷിദ് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ ഹംദ, ഇത്രമാത്രം ചിരിക്കാൻ ഞാൻ എന്താ പറഞ്ഞ്? അവൾ ഒന്നുമില്ലാന്ന് തലയാട്ടിക്കൊണ്ട് ഒരു ചെറിയ ചിരിയോടെ പുറം കാഴ്ചയിലേക്ക് മുഖം തിരിച്ചു. എന്താണോ, എനിക്കും കൂടി ചിരിക്കാൻ വല്ല സ്കോപ്പുണ്ടോന്ന് നോക്കാലോ. അതിന് പ്രത്യേകിച്ചൊരു മറുപടിയും കൊടുക്കാതെ അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ജാസ്മിൻ എന്ത് പറയുന്നു? ഹംദയുടെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യം അവൻ അത്ഭുതപ്പെടുത്തി. വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു തവണ പോലും കാര്യത്തിലായാലും കളിയിലായാലും ഈ പെണ്ണിന്റെ കാര്യങ്ങളൊന്നും ജാസ്മിൻ എന്നോട് ചോദിച്ചിട്ടില്ല. ഇവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ലാത്തവൾ, എന്തിനേറെ ഒരു ശത്രുവിനെ പോലെ മാത്രം ഇവളെ കാണുന്നവൾ, ഇന്നിപ്പോ ആ ജാസ്മിന്റെ സുഖവിവർ അന്വേഷിക്കുന്നു എന്റെ ഹംദ. ആ സുഖമായി പോകുന്നു. ഇപ്പൊ ചെറിയൊരു പിണക്കത്തില്ല. ഞാൻ നാട്ടിൽ വന്നതിനോടുള്ള ഒരു താല്പര്യക്കുറവ്. ഹംദയൊന്ന് മൂളി. മെയിൻ പ്രോബ്ലം ഞാൻ തന്നെ ആവില്ലേക്കാ? അല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളാവില്ല ഹംദ. ഇപ്പോൾ തന്നെ ഉമ്മുമ്മയെ അത്രയും കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ യാത്ര. എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് വരാനും എല്ലാവരും ഒന്ന് കണ്ടു മടങ്ങാനും. പക്ഷേ എന്തു ചെയ്യും? റാഷിദ് കൈമലർത്തി ഒന്ന് മന്ദഹസിച്ചു. അവൻ്റെ വാക്കുകൾ ഹംദയുടെ ഒരു സങ്കടമുണർത്തി. ഞാൻ കാരണമാണല്ലോ പടച്ചോനെ, ഞാൻ ആ വീട്ടിലുള്ള കാരണമാവില്ലേ റാഷിക്കാക്ക് വരാൻ കഴിയാഞ്ഞത്? എന്താണോ ആലോചിക്കുന്നത്? റാഷിദ് ഹംദയെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ഹംദയോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ആ ഇക്ക ചോദിക്ക്. ഒരാണിന്റെ സുരക്ഷിതത്തിൽ കഴിയാൻ നിനക്കുള്ള ആഗ്രഹം? അവന്റെ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാനില്ലാത്തതുകൊണ്ടാവണം അവൾ മൗനത്തെ കൂട്ടുപിടിച്ചു. എന്താ ഹംദ മിണ്ടാത്ത്? പൂക്കൾ പൂക്കുന്ന താഴ്വരയിൽ മോഹന കിനാക്കളും ഏറ്റുവാങ്ങി കാത്തിരിക്കുന്നു. എന്റെ ജീവിതത്തിന് അവകാശി നിന്റെ പ്രണയ ചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ പോറ്റിയ പലതിനെയും നിനക്കായി മാത്രം സമർപ്പിക്കാൻ, നിന്റെ സുരക്ഷിതത്വത്തിൽ ഈ പാതകം നിന്നിൽ അർപ്പിക്കാൻ. നമ്മുടെ കൂടിച്ചേരലിന് ഇനിയും യുഗങ്ങൾ ബാക്കിയോ? ഈ വരികൾ ആരെഴുതിയത് ഹംദ? റാഷിദ് തലതിരിച്ച് മെല്ലെ ഹംദയെ നോക്കി. പടച്ചോനെ ഇതിപ്പോ? പുറത്തേക്ക് മിഴികൾ നട്ടിരുന്ന ഹംദ ഒരു ഞെട്ടലോടെ റാഷിദിനെ നോക്കി. ആകെ നാണക്കേടായല്ലോ റബ്ബേ. ഒരാളുടെ ഡയറി എടുത്ത് വായിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. മുഖത്ത് പ്രകടമായ ചമ്മൽ മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ നോക്കി ഇളിച്ചു കാണിക്കുന്ന അയാളെ നോക്കി അവൾ പറഞ്ഞു. ഓ അതുകൊണ്ടെന്തായി, മനസ്സിലിരിപ്പ് അറിയാൻ പറ്റിയല്ലോ. റാഷിദ് ഒരു ചിരിയോടെ പറഞ്ഞു. ഓ. ഹംദ അയാളെ നോക്കി മുഖം ചൊളിച്ചു. റാഷിദ് ഒരു പൊട്ടിച്ചിരിയോടെ അവളെ നോക്കി. അന്ന് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞപ്പോൾ വായിക്കാൻ എന്തെങ്കിലും ബുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കയറിയതായിരുന്നു ഹംദയുടെ റൂമിൽ. അപ്പോഴാണ് മേശയുടെ മേലെ വെച്ച് ആ ഡയറി കണ്ടത്. വെറുതെ എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ അങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത്. വായിച്ചപ്പോൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ. മറ്റുള്ള പേജൊന്നും പിന്നെ വായിക്കാൻ തോന്നിയില്ല. അല്ല, ഒരാളുടെ ഡയറി കെട്ടി വായിക്കുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ. ഫസ്റ്റ് വരിയെങ്കിൽ ഫസ്റ്റ് വരി. പെണ്ണിനെ പറഞ്ഞ് കളിയാക്കാൻ ഒരു ഐറ്റം കിട്ടിയല്ലോ. പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഹംദയെ നോക്കി റാഷിദ് തുടർന്നു. അതെ, കവിതയൊക്കെ നന്നായിട്ടുണ്ട്. അതിൽ പ്രതിപാദിച്ച ആളെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി എളുപ്പമായിരുന്നു. അവൻ അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞു. ഇക്കയല്ലേ പറഞ്ഞ് എനിക്ക് വേണ്ടി സ്വർഗ്ഗലോകത്തുനിന്ന് രാജകുമാരനെ കൊണ്ടുതരാന്ന്? എനിക്ക് ആ രാജകുമാരൻ മതി കേട്ടോ. അവൾ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ പറഞ്ഞു. പെണ്ണ് വല്ലാത്ത ജന്മാണല്ലോ എന്ന് മനസ്സിലോർത്ത് അവൻ പൊട്ടിച്ചിരിച്ചു. കൂടെ അവളും. എന്തോ രണ്ടുപേർക്കും വല്ലാത്തൊരു എനർജി ആയിരുന്നു ആ യാത്ര. ഇത്രയും നാൾ ഒരു വീടിന്റെ രണ്ടു മൂലയിൽ അറിഞ്ഞിട്ട് അപരിചിതരെ പോലെ കഴിഞ്ഞ രണ്ടുപേരുടെ മനസ്സുറന്നുള്ള സംസാരവും കുസൃത്തരങ്ങളും കുറുമ്പുമായി ഈ യാത്ര ഇനിയും മുന്നോട്ട്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പോക്കുവരെ മുറുക്ക് നടന്നു പോയതല്ലാതെ ഹംദയുടെ മനസ്സിൽ എന്താണെന്ന് റാഷിദിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷാനിബിന്റെ ഉപദേശങ്ങൾ തേടിയെങ്കിലും പ്രത്യേകിച്ച് നേട്ടമൊന്നും കണ്ടില്ല. നദീമാണെങ്കിൽ ഹംദയെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ശല്യം ചെയ്തു പോന്നു. അതും റാഷിദിന്റെ സാന്നിധ്യത്തിൽ മാത്രം. എത്ര ആലോചിച്ചിട്ട് ഹംദയ്ക്ക് പിടിയിട്ടാഞ്ഞതും ഇവന്റെ ക്യാരക്ടറായിരുന്നു. അന്ന് പുതിയ പ്രോപ്പർട്ടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗിലായി നദീം. പെട്ടെന്നാണ് അയാളുടെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിൽ സേവിംഗ് അല്ലാത്ത നമ്പർ ആയതിനാലാവാം അയാൾ കൂടെ നിന്നവരോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഓഫീസിന്റെ പുറത്തുള്ള ബൗണ്ടറിയിലേക്ക് നടന്നു. ഹലോ നദീം. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തപ്പോൾ മറുവശത്തു നിന്നുള്ള പൗരുഷ ശബ്ദത്തിന്റെ അവകാശി ആരാണെന്നറിയാൻ അയാൾ ചെവി കൂർപ്പിച്ചു.
ഹലോ, ആരാണ്? നദീം സൗമ്യമായി ചോദിച്ചു. ഞാനാണ് റാഷിദ്, ഹംദയുടെ. പറയാൻ വന്നതിന്റെ ബാക്കി വിഴുങ്ങി അയാൾ മൗനമായി നിന്നു. എന്താ മിസ്റ്റർ? നദീം ഗൗരവത്തിൽ ചോദിച്ചു. നദീം, എനിക്കൊന്ന് കാണായിരുന്നു, കുറച്ച് സംസാരിക്കണം. റാഷിദിന്റെ ശബ്ദം സൗമ്യമായിരുന്നു. ഓ, ആവാലോ. എപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഓക്കെ, ഞാൻ റോയൽ ബിൽഡേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. എങ്ങോട്ട് വരണമെന്ന് നദീമിന് തീരുമാനിക്കാം. ഓക്കെ, 10 മിനിറ്റ്, ഐ വിൽ ബി ദർ. ഓക്കെ. കോൾ കട്ടാക്കി ക്യാബിനിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആശങ്ക വന്ന് നിറയാതിരുന്നില്ല. മീറ്റിംഗ് ഒരു 5 മിനിറ്റിൽ അവസാനിപ്പിച്ച് ധൃതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ റാഷിദ് അയാളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.